എനിക്കൊരു ഈ കുളിസീനൊരു വീക്ക്നെസ്സാണ്. അല്ല എനിക്ക് അല്ല അല്ല അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആദ്യ സിനിമയായിട്ടുള്ള നന്ദുണി മുതൽ ഇങ്ങോട്ട് പിടിച്ചാൽ ലാസ്റ്റ് വരെ എല്ലാ സീനിലും അതിൽ എല്ലാവരും ഉണ്ട്. എല്ലാവരിലും നായകന്മാരെ കുളിപ്പിച്ചു. ഇതിൽ പിന്നെ ഞങ്ങൾ ആഗ്രഹിച്ചു നായിക ഒന്ന് കുളിച്ചിരുന്നെങ്കിലോ. അങ്ങനെയല്ല. ഇപ്പൊ സാറ് പറഞ്ഞതില്ലേ ഒറ്റ കാര്യമുള്ളൂ, കുളിസീൻ വീക്കെന്ന് പറഞ്ഞു. അപ്പൊ ഇതല്ല സാറിന്റെ കുളിസീൻ അല്ലെങ്കിൽ എനിക്കാന്ന് പറഞ്ഞു വെച്ച് തന്നില്ലേ. ഈ പറയുന്ന ഇതിൽ ഞാൻ ആൾക്കാരുടെ പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല കേട്ടോ. നമ്മുടെ നസ്രിയ കുളിസീൻ ശങ്കരേട്ടന്റെ മക്ക് വരെ ഞാനിതിലെന്ന് വെച്ചാൽ ഒരാളായിട്ട് കുളിപ്പിക്കണ്ട, കംപ്ലീറ്റ് ആൾക്കാർ കുളിക്കട്ടെ പറഞ്ഞ് കംപ്ലീറ്റ് നമ്മളൊരു ഒരു സീൻ തന്നെ കുളിസീനുണ്ട് കംപ്ലീറ്റ്. അല്ല ഞാൻ നോക്കുമ്പോ ഫസ്റ്റ് മോളിന്ന് അപ്പൊ നായികയുടെ അമ്മ, കാരണം മോളുടെ കുളിസീൻ ഷൂട്ട് ചെയ്യാൻ തയ്യാറാവുകയാണല്ലോ. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നസ്രിയയുടെ അമ്മ, ദിവ്യയുടെ അമ്മ അത് കൂടെയൊക്കെ നടന്നിട്ട് എല്ലാവരെയും വിളിച്ചു വരുത്തുക. അതെ അവളുടെ കുളിസീൻ ഷൂട്ട് ചെയ്യാൻ പോവുക, എല്ലാവരും വിളിച്ചു വരുത്തുക, കാണാൻ വരാൻ വിളിക്കുകയാണ് അമ്മ, എല്ലാവരും വിളിച്ചു വരുത്തുക. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോണ്ട് നിസാർക്ക ഇങ്ങനെ ഇരിക്കണു കാലകറഞ്ഞ്. എവിടെ അറിയോ, ബാത്റൂമിനകത്ത് ക്യാമറയും ഡയറക്ടറും ക്യാമറമാനും അല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ നോക്കുമ്പോൾ പുള്ളി നേരെ മറ്റേ മോണിറ്ററിന്റെ ഫ്രണ്ടിൽ നിസാർക്ക ഇപ്പൊ കാണാന്ന് പറഞ്ഞ പുള്ളിയുടെ ബാക്കിൽ നിരന്നങ്ങ് ഇരിക്കുക ഒരു ഫുൾ ടീം. പിന്നെ ഞാനും പോയി ഇരുന്നു, എന്തെങ്കിലും കാണാൻ പറ്റിയല്ലോ. ദിവ്യക്ക് എന്താ പറയാനുള്ള ഈ നസ്രിയയുടെ കുളിസീനെ പറ്റിയിട്ട്? നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ. അല്ല, സീൻ ഷൂട്ട് ചെയ്തപ്പം ഞാനും ക്യാമറമാനും ഡയറക്ടർ സാറും പിന്നെ എന്റെ അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഇത്രയും പേര് കണ്ടോണ്ടിരിക്കേണ്ട അപ്പുറത്ത് ഞാൻ ഇറങ്ങിയപ്പോ എല്ലാരും വെളിയിലുണ്ട്. ഇല്ല, ഞാനില്ലായിരുന്നു. ഞാനിപ്പോഴും അറിയുന്നത്. അല്ല, ഈ ആക്ച്വലി ഇതൊരു ഇതാണ്. നമുക്ക് ഫുൾ ആൾക്കാരെ ഒന്നിച്ച് നമുക്ക് ഒരു പുഴയിൽ കുളിക്കുന്ന ഒരു സീനുണ്ട്. ആ സീനിലാണ് ഞങ്ങളാരും അറിഞ്ഞില്ല കേട്ടോ, അങ്ങനത്തെ ഒരു സീനാണുള്ളത്. ഞങ്ങൾ കുറേ പേരുടെ സ്റ്റെപ്പിലും മോണിറ്ററിന്റെ ഫ്രണ്ടിലും ഇരിക്കുകയാണല്ലോ. കട്ട് പറഞ്ഞ് ക്യാമറ അവിടെ നിന്ന് മൂവ് ചെയ്യുമ്പോൾ ഈ ബാത്റൂമിന്റെ ബാക്ക് സൈഡ് അവിടെ ഒരു തൊടി ഏരിയയാണ്. അവിടെ നിന്ന് ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഒരാളിങ്ങനെ നടന്നു വരുന്നു സനോവർ. ഞാൻ നോക്കുമ്പോ ബാത്റൂമിന്റെ അവിടെ ജനലുണ്ട്. അപ്പൊ തിരക്കുകാരനെ പെട്ടെന്ന് കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് പോയതാ. ഇല്ലാട്ടോ, പാവ അല്ല പാവ